കനേഡിയൻ റിയൽ എസ്റ്റേറ്റ് സംബന്ധമായ എല്ലാവിധ ആവശ്യങ്ങൾക്കും റിയൽറ്റർ അശ്വതി നിലമനയുടെ ഓഫീസുമായിട്ട് നമുക്ക് കോൺടാക്ട് ചെയ്യാം. ഇതുവരെ നമ്മുടെ വീഡിയോയിൽ കൂടെ കൊണ്ടുവരാത്ത ഒരു സ്റ്റേറ്റിലെ യാത്രകളും വിശേഷങ്ങളും ഒക്കെയാണ്. ആ സ്റ്റേറ്റ് വേറൊന്നുമല്ല, കോളറാഡോ. അമേരിക്കയിലെ കോളറാഡോ എന്നറിയപ്പെടുന്ന സ്റ്റേറ്റിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ കൊണ്ടുവരുന്നത്. കോളറാഡോയെ കുറിച്ച് പറയുന്നത്, അതായത് ഇതിൻ്റെ ലാൻഡ്സ്കേപ്പിൽ ഭയങ്കര ഡൈവേഴ്സിറ്റി ഉള്ള ഒരു സ്റ്റേറ്റ് ആയിട്ടാണ് പറയുന്നത്. അമേരിക്കയുടെ വെസ്റ്റേൺ ഭാഗത്തുള്ള ഒരു സ്റ്റേറ്റാണ് കോളറാഡോ. അപ്പം നല്ല, അതായത് വർഷത്തിൽ 10 ഇഞ്ച് താഴെ മാത്രം മഴ ലഭിക്കുന്ന ഡെസേർട്ടുകളും അതോടൊപ്പം തന്നെ നല്ല മറ്റേ മഞ്ഞൊക്കെ കവർ ചെയ്തിട്ടുള്ള റോക്കി മൗണ്ടൻസും പിന്നെ കുറേ നല്ല നല്ല പുഴകളും മലകളും ഒക്കെ നിറഞ്ഞ ഭയങ്കര ഡൈവേഴ്സിറ്റി ഉള്ള ഒരു അടിപൊളി ലാൻഡ്സ്കേപ്പ് ഉള്ള ഒരു സ്റ്റേറ്റ് ആയിട്ടാണ് കോളറാഡോ അറിയപ്പെടുന്നത്. നമ്മളിപ്പം നമ്മൾ സാധാരണഗതിയിൽ ട്രാവൽ ചെയ്യാറുള്ള ഇൻ്റർസ്റ്റേറ്റ് 80 കൂടെ വന്ന് നെബ്രാസ്ക എന്ന സ്റ്റേറ്റിൽ നിന്നാണ് ഇപ്പം കോളറാഡോയിലേക്ക് കയറിയിരിക്കുന്നത് കേട്ടോ. അപ്പം നെബ്രാസ്കയും കോളറാഡോയും അടുത്തടുത്തുള്ള ബോർഡർ ഷെയർ ചെയ്യുന്ന ഒരു സ്റ്റേറ്റാണ്. ഇപ്പോൾ നമ്മളിപ്പോൾ ഇൻ്റർസ്റ്റേറ്റ് 76 എന്ന് പറയുന്ന ഹൈവേ കൂടെയാണ് ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഇപ്രാവശ്യം ഡെലിവറി ചെയ്യുന്നത്, ലോഡ് ഡെലിവറി ചെയ്യാനുള്ളത് കോളറാഡോയിലെ ഫ്രെഡറിക് എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ്. നമുക്ക് ബാക്കി വിശേഷങ്ങളൊക്കെ അവിടെ ചെന്നിട്ട് ഫ്രെഡറിക്കിനെ കുറിച്ചും കാര്യങ്ങളൊക്കെ നമുക്ക് പറയാം. അപ്പോൾ ഇപ്പം ഇൻ്റർസ്റ്റേറ്റ് 76 കൂടെ നല്ല അടിപൊളിയായിട്ടുള്ള വെതറും കാര്യങ്ങളൊക്കെയാണ്. നമുക്കിപ്പോൾ 11 ഡിഗ്രിയാണ് കാണിക്കുന്നത്. നമ്മളിപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ കോളറാഡോ ഉണ്ടല്ലോ, ഈ കോളറാഡോ സെൻറ്റീനിയൽ സ്റ്റേറ്റ് എന്നും കൂടെ അമേരിക്കക്കാരുടെ അറിയപ്പെടുന്നുണ്ട്. സെൻറ്റീനിയൽ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ അതിന് ബേസിക്കലി നമ്മുടെ സെഞ്ചുറി എന്നുള്ള ആ ഒരു വാക്കുണ്ടല്ലോ, 100ാമത്തെ എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഈ കോളറാഡോ സെൻറ്റീനിയൽ സ്റ്റേറ്റ് എന്നറിയപ്പെടാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, ബേസിക്കലി യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഡിക്ലറേഷൻ ഓഫ് ഇൻഡിപെൻഡൻസ് സൈൻ ചെയ്ത് 100 കൊല്ലം കഴിഞ്ഞിട്ടാണ് കോളറാഡോ അമേരിക്കയുടെ ഒരു സ്റ്റേറ്റ് ആവുന്നത്. അപ്പം ആ 100ാമത്തെ വർഷം, അതായത് അമേരിക്ക ഒരു ഫ്രീ കൺട്രി ആയതിന് ശേഷം 100 വർഷം കഴിഞ്ഞിട്ട് സൈൻ ചെയ്യപ്പെടുന്ന ഒരു സ്റ്റേറ്റ് ആയതുകൊണ്ട് സെൻറ്റീനിയൽ സ്റ്റേറ്റ് എന്നറിയപ്പെടും. ഈ സെൻറ്റിനറിയും സെൻറ്റീനിയലും ഒരേ അർത്ഥമുള്ള 2 വാക്കുകളാണ്. അതായത് 100ാമത്തെ എന്നർത്ഥം വരുന്ന 2 വാക്കുകളാണ് ഈ സെൻറ്റിനറിയും സെൻറ്റീനിയലും. ബേസിക്കലി സെൻറ്റീനിയൽ അമേരിക്കൻ ഇംഗ്ലീഷിലും സെൻറ്റിനറി എന്നുള്ള വാക്ക് ബ്രിട്ടീഷ് ഇംഗ്ലീഷിലാണ് കോമൺലി യൂസ് ചെയ്യപ്പെടുന്നത്. എന്തായാലും നമ്മളിപ്പോൾ കോളറാഡോയിൽ കയറിയിട്ട് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ലാൻഡ്സ്കേപ്പ് എന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ നമ്മൾ നെബ്രാസ്കയിലും വയോമിങ്ങിലും ഒക്കെ കാണാറുള്ള ആ ഒരു യൂഷ്വൽ ലാൻഡ്സ്കേപ്പിൽ നിന്ന് വളരെ സിമിലറായിട്ട് തന്നെയുള്ള, അല്ലെ ഒരു വ്യത്യാസം ഇല്ലാത്ത ഒരു ഇതിലേക്കാണ് നമ്മളിപ്പോൾ കയറിയിരിക്കുന്നത്. പക്ഷേ എനിക്കറിയാം, നമ്മൾ നേരത്തെ ട്രാവൽ ചെയ്തിട്ടുള്ള ആ ഒരു എക്സ്പീരിയൻസിൽ നിന്ന് ഡെൻവറൊക്കെ കഴിയുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് മൗണ്ടൻസും കാര്യങ്ങളൊക്കെ കിട്ടുവേ. എന്തായാലും നമ്മളിപ്പോൾ പോവുകയും വരുകയും ചെയ്യുന്ന ആ ഒരു ട്രിപ്പിൽ നമുക്ക് നല്ല വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചകൾ കോളറാഡോയിൽ നിന്ന് കൊണ്ടുവരാൻ പറ്റും എന്നാണ് നമ്മുടെ ഒരു വിശ്വാസം. നമ്മുടെ വീഡിയോ കാണുന്ന പലരും നമ്മളോട് ചോദിച്ചായിരുന്നു കേട്ടോ, പല വീഡിയോകളിലും അല്ല പല ട്രക്കേഴ്സും പറയുന്നുണ്ടല്ലോ, ട്രക്കിംഗ് ഇൻഡസ്ട്രി ഇപ്പോൾ ഭയങ്കര സ്ലോ ആണ്, തകർന്നുകൊണ്ടിരിക്കുകയാണ് എന്നൊക്കെ. അപ്പം ഇതിൽ എത്രമാത്രം സത്യമുണ്ട് അതിൻ്റെ അഭിപ്രായം എന്നുള്ളത് പറയാനുള്ളത്, ട്രക്കിംഗ് ഇൻഡസ്ട്രി ഇപ്പോൾ സ്ലോ ആണെന്നുള്ളത് 100% സത്യമാണ്. അതിന് കാരണങ്ങളായിട്ട് പലരും പല പല കാര്യങ്ങൾ പറയുന്നുണ്ട്. എന്നാലും ബേസിക്കലി നമുക്ക് തോന്നുന്നത് മറ്റേ ഉക്രൈൻ-റഷ്യ വാർ തുടങ്ങിയ തന്നെ അമേരിക്കയും കാനഡയൊക്കെ സ്വീകരിച്ചിരിക്കുന്ന ചില എക്കണോമിക് പോളിസികളുടെയൊക്കെ പ്രശ്നങ്ങളായിട്ട് പലരും പല ട്രക്കിംഗ് കമ്പനീസും ഇതിനെ പറയുന്നുണ്ട് കാരണമായിട്ട്.
ഇപ്പൊ നമ്മുടെ വിഷ്വൽസ് കണ്ടുകൊണ്ടിരിക്കുന്ന പലരും ബോറടിച്ചിട്ടുണ്ടായിരിക്കുമല്ലോ. ഇത് തന്നെ ഇവർ ഈ സെയിം വിഷ്വൽ തന്നെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്, ഒരു വ്യത്യാസം ഇല്ലല്ലോ എന്നുള്ളത്. നമ്മളിപ്പോൾ ഏകദേശം കൊളറാഡോയിൽ കൂടെ 100 കിലോമീറ്ററോളം സഞ്ചരിച്ചു കേട്ടോ. വിഷ്വൽസിലൊന്നും ഒരു വ്യത്യാസവും വന്നിട്ടില്ല, ഒരു വളവും തിരിവും പോലും വന്നിട്ടില്ല. നേരെ തന്നെ പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരേ വിഷ്വൽസ് ഉള്ള ലാൻഡ്സ്കേപ്പിൽ കൂടെ നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. കണ്ട ഈ പോകുന്ന ട്രക്ക് ഒരു കനേഡിയൻ ട്രക്കാണ് കേട്ടോ. നമ്മുടെ കാനഡയിലെ മാനിറ്റോബ എന്ന് പറയുന്ന പ്രദേശത്തു നിന്നുള്ള ഒരു ട്രക്കാണ് ഈ ട്രക്ക്. അങ്ങനെ ഒരു 9:45 ആകുമ്പോഴത്തേക്ക് നമ്മുടെ അർജുൻഭായ് ഉറക്കെല്ലാം കഴിഞ്ഞ് എണീറ്റ് വന്നിട്ടുണ്ട്. അർജുൻഭായ് എങ്ങനെയുണ്ട് കൊളറാഡോ? എന്തെങ്കിലും പ്രത്യേകത തോന്നുന്നുണ്ടോ? അല്ലല്ല, ഇപ്പൊ നമ്മള് ചേഞ്ച് ചെയ്ത് 18 ഡീവിയേഷൻ എടുത്ത് 76 കൂടെ ഓൾറെഡി കൊളറാഡോയിൽ കയറി. പക്ഷെ നമ്മൾ സാധാരണ പോകുന്ന വയോമിങ്ങും നെബ്രാസ്കയും പോലെ തന്നെ ഇല്ലേ? സോഫാർ വ്യത്യാസമൊന്നും നമ്മൾ കണ്ടു തുടങ്ങിയിട്ടില്ല. പക്ഷെ ആ ഒരു റൂട്ട് പോലെ തന്നെ അല്ലേ? പക്ഷെ ഈ റൂട്ടില് അല്ല, ഈ ഒരു സ്റ്റേറ്റില് ചില സ്ഥലങ്ങളിലൊക്കെ ചെല്ലുമ്പോൾ നമ്മുടെ വയോമിങ്ങിന്റെ നോർത്തേൺ സൈഡും സദേൺ സൈഡും തമ്മിൽ വ്യത്യാസമില്ലേ? ഒണ്ടാന പോകുമ്പോ ഉള്ള റൂട്ട്. അതുപോലെ തന്നെ ഇവിടെ കൊളറാഡോയുടെ ചില സ്ഥലങ്ങളിലൊക്കെ നല്ല അടിപൊളിയായിട്ടുള്ള മൗണ്ടൻസും റോക്കി മൗണ്ടൻസും ഗ്രീനറിയും ബ്യൂട്ടിയും കാര്യങ്ങളൊക്കെ നമ്മൾ ആ സൈഡാണ്. ഏത് താഴത്തേക്ക് മറ്റേ ഫ്ലോറിഡ പോകുന്ന റൂട്ടല്ലേ? ഫ്ലോറിഡ അവിടേക്കൊക്കെ പോകുന്നത്. എന്നാലും കാലിഫോർണിയ അടിപൊളിയല്ലേ? എനിക്ക് കാലിഫോർണിയ ഭയങ്കര ഇഷ്ടം. കാലിഫോർണിയ മാത്രമേ ഉള്ളൂ. കാലിഫോർണിയ എത്തണം, ഇത്രയും ഓടി അവിടെ എത്തണം. മറ്റേത് നമ്മള് പോകുന്നതിന്റെ ഒരു പകുതി കഴിയുമ്പോൾ തൊട്ടേ ഭയങ്കര ഇതുപോലെ പ്രത്യേകിച്ച് ഒന്നും കാണാനില്ലാതെ ഇങ്ങനെ പരന്ന് കിടക്കുന്ന ലാൻഡല്ലേ? എന്തായാലും ഡെലിവറിക്ക് എത്തുന്നതിന് മുമ്പ് വേണ്ട ഒരു ലൗസിൽ നിർത്തി കാപ്പി എടുത്തു. നമ്മുടെ വിൻഷീൽഡൊക്കെ നമുക്ക് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്യാം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് നിറയെ സമ്മർ ആകുമ്പോഴത്തേക്ക് ഒത്തിരി പ്രാണികളൊക്കെ കാണുവേ. അപ്പോൾ ആ പ്രാണികളെയും കാര്യങ്ങളും എല്ലാം നമുക്ക് ക്ലീൻ ചെയ്തില്ലെങ്കിൽ നമ്മുടെ ക്യാമറയ്ക്കകത്തൊന്നും നല്ല ക്ലിയർ ആയിട്ട് കിട്ടില്ല. നമ്മളിപ്പോൾ കണ്ട ആ ഫാക്ടറി പോലത്തെ സെറ്റപ്പ് വെസ്റ്റേൺ ഷുഗർ കമ്പനി എന്ന് പറയുന്ന ചെറിയൊരു ഫാക്ടറിയും പരിപാടികളൊക്കെ ആയിരുന്നേ. അങ്ങനെ ഒത്തിരി കൃഷിസ്ഥലങ്ങളും ചെറിയ ചെറിയ ഇൻഡസ്ട്രികളും ഒക്കെ ഇടകലർന്ന ഒരു കാഴ്ചകളിലൂടെയൊക്കെയാണ് നമ്മളിപ്പോൾ കൊളറാഡോയിൽ കൂടെ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇതൊരു ചെറിയ വില്ലേജാണെന്ന് തോന്നുന്നു. ഇപ്പോൾ കൊളറാഡോയിലെ പോർട്ട് ഓഫ് എൻട്രി എന്നറിയപ്പെടുന്ന മറ്റേ വേസ്റ്റ് സ്റ്റേഷനും പരിപാടികളൊക്കെ ആയിരുന്നേ. അപ്പം നമുക്ക് എന്തായാലും കയറേണ്ട വന്നു. അപ്പം ഇങ്ങനെ ബൈപ്പാസ് ചെയ്യണമെങ്കിൽ അതിനുള്ള പെർമിഷനോ അല്ലെങ്കിൽ കയറണമെങ്കിൽ അതിനുള്ള ഇൻസ്ട്രക്ഷനോ ഒക്കെ നമ്മുടെ ELD ഇലക്ട്രോണിക് ലോഗിങ് ഡിവൈസ് ഉണ്ടല്ലോ, അതിൻ്റെ അകത്ത് നമുക്ക് എഴുതി വരും. എന്തായാലും നമ്മൾ അതിൻ്റെ അകത്തൊക്കെ കയറി വെയിറ്റ് എല്ലാം ചെക്ക് ചെയ്തു, എല്ലാം ഓക്കെ ആയിരുന്നു കേട്ടോ. നമ്മുടെ ഒൻറ്റാരിയോ ടൈം ഒരു 11:30 ആകുമ്പോഴത്തേക്ക് നമ്മൾ വേണ്ട കൊളറാഡോയുടെ പ്രകൃതി ഭംഗി
ഒക്കെ തുടങ്ങുന്ന ഒരു ഏരിയയിലേക്ക് നമുക്ക് എത്തി. നമ്മൾ ഇത്രയും നേരം വന്നുകൊണ്ടിരുന്ന ആ ഒരു പ്ലെയിൻ ബോറിംഗ് ലാൻഡ്സ്കേപ്പിൽ നിന്ന് മാറി ഇടയ്ക്കിടയ്ക്കൊക്കെ ചില മരങ്ങളും അങ്ങ് ദൂരെ മഞ്ഞ് കവർ ചെയ്ത് കിടക്കുന്ന ടൈപ്പാണെന്ന് തോന്നുന്നു. കുറച്ച് മൗണ്ടൻസും കാര്യങ്ങളുമൊക്കെ അങ്ങ് വിസിബിളായി തുടങ്ങി കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് ചെറിയ ചെറിയ അരുവികളും ഒക്കെ കാണാനുണ്ട്. അങ്ങനെ ലോക്കബായ് എന്ന് പറയുന്ന ഒരു സ്ഥലം എത്തിയപ്പോഴത്തേക്കും നമ്മൾ ഇത്രയും നേരം ട്രാവൽ ചെയ്തുകൊണ്ടിരുന്ന ആ ഇൻഡർസ്റ്റേറ്റ് ഹൈവേ എന്നൊരു എക്സിറ്റ് എടുത്ത് നമ്മളൊരു സ്റ്റേറ്റ് ഹൈവേ കൂടെ ഒരു ചെറിയ റൂട്ടിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. Continue on East 160th Avenue. ഇതെല്ലാം ലോക്കബായ് എന്ന് പറയുന്ന ഈ കൊളറാഡോയിലുള്ള ഈ ഒരു ചെറിയ ടൗണിൽ നിന്നുള്ള കാഴ്ചകളാണ് കേട്ടോ. അങ്ങ് ദൂരെയുള്ള ആ ഒരു ചെറിയ മൗണ്ടൻ സെറ്റപ്പും പരിപാടികളും എല്ലാം നമുക്ക് നന്നായിട്ട് വിസിബിളായി തുടങ്ങി അങ്ങോട്ട് പോകുമ്പം. അതോടൊപ്പം തന്നെ റോഡിലൊക്കെ നിറയെ കൺസ്ട്രക്ഷനാണ്. അങ്ങനെ നമ്മൾ ബ്രൈറ്റൺ എന്ന് പറയുന്ന ഒരു ചെറിയ ടൗണും കൂടെ കടന്ന് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് 35 കിലോമീറ്ററും കൂടെയാണ് നമ്മൾ ഡെലിവറി ചെയ്യാനുള്ള ഫ്രെഡറിക്സൺ എന്ന് പറയുന്ന അല്ല ഫ്രെഡറിക്കോ ആ ഒരു ടൗണിലേക്ക് എത്താനുള്ളത്. അങ്ങനെ അടിപൊളി. നമ്മൾ കൊളറാഡോ എന്ന് അടിക്കുമ്പോൾ വരുന്ന പോസ്റ്റേഴ്സിൻ്റെ ഒക്കെ സിമിലർ ആയിട്ടുള്ള യഥാർത്ഥ കൊളറാഡോ ഭംഗിയും കാഴ്ചകളിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞു. നല്ല അടിപൊളി ലാൻഡ്സ്കേപ്പ് കേട്ടോ. സൂപ്പർ റോഡും അങ്ങകലെ നല്ല അടിപൊളിയായിട്ട് മുകളിൽ പൗഡർ ഇട്ട പോലെ സ്നോ ഒക്കെ കവർ ചെയ്ത് കിടക്കുന്ന മൗണ്ടൻസും. In 900 meters, take the ramp. അങ്ങനെ കുറച്ച് നേരത്തെ കൺട്രി സൈഡ് ഓട്ടത്തിന് ശേഷം വീണ്ടും നമ്മൾ ഇൻഡർസ്റ്റേറ്റ് 25 എന്നറിയപ്പെടുന്ന ഒരു ഹൈവേയിലേക്ക് കയറുവാണേ. നമുക്ക് 20 കിലോമീറ്ററും കൂടെ ഉണ്ട് ഡെലിവറി ചെയ്യേണ്ട സ്ഥലത്തേക്ക്. ഇപ്രാവശ്യം നമ്മൾ കൊണ്ടുവന്ന പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ കുറേ പ്ലാസ്റ്റിക് കണ്ടെയ്നേഴ്സാണ്. ഒരു ട്രെയിലർ നിറയെ പ്ലാസ്റ്റിക് കണ്ടെയ്നേഴ്സ്. സ്റ്റേറ്റ് ഏതും ആയിക്കോട്ടെ, ഹൈവേയിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഹൈവേയുടെ 2 സൈഡിലുമുള്ള കാഴ്ചകൾ എന്ന് പറഞ്ഞാൽ എല്ലാം സിമിലർ ആട്ടോ. ഏത് സ്റ്റേറ്റിലാണേലും
നല്ല ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ബ്യൂട്ടിയും കാര്യങ്ങളൊക്കെ കൊണ്ടുവരണമെങ്കിൽ നമുക്ക് കൺട്രി സൈഡ് റോഡിലേക്ക് ഹൈവേ നിന്ന് മാറി ഇറങ്ങണം, എന്നാലേ കാഴ്ചകളൊക്കെ കൊണ്ടുവരാൻ പറ്റുള്ളൂ. പക്ഷെ എന്നും പറഞ്ഞുകൊണ്ട് നമ്മൾ സ്ഥിരമായിട്ട് കൺട്രി സൈഡിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ A to B ഒരു ഡിസ്റ്റൻസിൽ നിന്ന് മറ്റൊരു ഡിസ്റ്റൻസിലേക്ക് നമ്മൾ അടുത്തെങ്ങും എത്തിയല്ല. അങ്ങനെ നമുക്ക് ഡെലിവറി ചെയ്യേണ്ട ഫ്രെഡറിക് എന്ന സ്ഥലത്ത് എത്തിയിരിക്കുകയാണ് കൊളറാഡോയിലെ. ഏതാണ് കിട്ടണം, എങ്ങനെയാണ് പരിപാടികളെന്നൊക്കെ അവിടെ ചെന്നിട്ട് നോക്കാം. അപ്പോൾ ഈ കാണുന്ന വെയർ ഹൗസിലാണ് നമ്മൾ ഡെലിവറി ചെയ്യാൻ വന്നേക്കുന്നത്. കുറച്ച് വണ്ടികളെല്ലാം ഡോക്കി കിടപ്പുണ്ട്. നമ്മുടെ അർജുൻഭായ് ചെക്ക് ഇൻ ചെയ്യാൻ പോയേക്കുവാണ്. അർജുൻഭായ് ചെക്ക് ഇൻ ചെയ്തിട്ട് ഡോക്കും എല്ലാം കിട്ടുമോ, ഇപ്പം തന്നെ അവർ ഇറക്കുമോ എന്നുള്ള കാര്യമൊക്കെ നമുക്കറിയാം. നമ്പർ കൊടുത്താ അപ്പം നമ്മളോട് സ്ലോട്ട് കിട്ടുന്നിടം വരെ പയ്യെ ഇവിടെ പാർക്ക് ചെയ്ത് വെയിറ്റ് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത് കേട്ടോ. അതുകൊണ്ട് നമ്മളിവിടെ പാർക്ക് ചെയ്ത് സ്ലോട്ടിന് അവരുടെ സമയമാകുമ്പോഴത്തേക്ക് നമ്മളെ ഫോണിൽ വിളിക്കും, നേരം ബാക്കപ്പ് ഇട്ടാൽ മതി. അങ്ങനെ വെയിറ്റ് ചെയ്ത് ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ സ്ലോട്ട് കിട്ടിയിരിക്കുകയാണ്. ഡോഗ് നമ്പർ 6 എന്ന സ്ലോട്ടാണ് നമുക്ക് കിട്ടിയേക്കുന്നത്. നമ്മുടെ അർജുൻഭായ് ഏതാണ്ട് റിവേഴ്സ് ഇടാൻ വേണ്ടിയിട്ട് ഉള്ള സെറ്റപ്പിലാണ്. നമ്മൾ ഡോറ് തുറന്നിട്ട് നമുക്ക് വേണ്ട ബാക്കിലത്തെ ആക്സിൽ സ്ലൈഡ് ചെയ്യണേ. ആക്സിൽ എന്തിനാണ് സ്ലൈഡ് ചെയ്യണമെന്നുള്ളതൊക്കെ നമ്മൾ മുമ്പത്തെ 2-3 വീഡിയോകളിൽ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബ്രേക്ക് വലിക്ക. ഈ കാണുന്നതാണ് നമ്മുടെ ലോഡ്. ഒരു ഫുൾ ലോഡാണ് വന്നേക്കുന്നത് കേട്ടോ, പ്ലാസ്റ്റിക് ബോക്സസ്. അത് നമുക്ക് ഡോക്ക് ചെയ്യാം. ഈ 2 കമ്പി കണ്ടോ, ചില സമയത്ത് നമ്മൾ സ്ട്രാപ്പ് വെച്ചിട്ടല്ലേ ചെയ്യാറ്. ഈ കമ്പിക്ക് ലോഡ് ബാർ എന്നാണ് പറയുന്നത് കേട്ടോ. എക്സ്ട്രാ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് നമുക്ക് ചോക്ക്, നമ്മുടെ ഊട് വെക്കൂലേ, ഊടിന് ശരിക്കും ചോക്ക് എന്നാണ് ഇംഗ്ലീഷിൽ പറയുന്നത് കേട്ടോ. ചോക്കും വെച്ചു ഞാൻ അവരെ ഇറക്കി. ഇപ്പോൾ കാണുന്ന ഈ പച്ച ലൈറ്റ് ഉണ്ടല്ലോ, അവരെ ഇറക്കാൻ തുടങ്ങുമ്പോൾ റെഡ് ലൈറ്റ് ആവും. അപ്പോൾ നമുക്ക് മൂവ് ചെയ്യാൻ പാടില്ല സേഫ്റ്റിക്ക് വേണ്ടിയിട്ട്. അത് വീണ്ടും പച്ചയാകുമ്പോൾ നമുക്ക് ലോഡിങ് കഴിഞ്ഞു എന്നർത്ഥം. അപ്പോൾ അതാണ്ട് ഈ ഒരു വെയർ ഹൗസിൽ ലോഡ് ഇറക്കുന്നതിന് ലംബർ ഫീസ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു പരിപാടിയുണ്ട്. അതായത് ഇറക്കുന്നതിനും കയറ്റുന്നതിനുമുള്ള വാടക അത് നമ്മുടെ കമ്പനിയുടെ വകയിൽ നിന്ന് കൊടുക്കണം. അപ്പോൾ അത് എത്രയാണ്, അതിൻ്റെ എങ്ങനെയാണ് കാര്യങ്ങളെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് അർജുൻഭായ് പോവാം. അപ്പോൾ ഇതാണ് ലംബർ ഫീസ് മേടിക്കാനുള്ളതിൻ്റെ അവരുടെ റെസിപ്റ്റ് കേട്ടോ. നമ്മൾ സാധാരണ ഇതുപോലെ യാത്രകളിലെല്ലാം പേയ്മെൻറ്റ് ചെയ്യാറുള്ള ടീ ചെക്ക് എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, അപ്പോൾ അതുവഴി അവർ പേയ്മെൻറ്റുകളെല്ലാം എടുക്കും. അതുകൊണ്ട് നമ്മുടെ ടീ ചെക്കും എമൗണ്ടും എല്ലാം നമ്മുടെ ഓഫീസിലേക്ക് അയച്ചു കൊടുത്തിട്ട് അവർ ആ നമ്പർ അയച്ചു തരാൻ വേണ്ടിയിട്ട്, കൺഫർമേഷൻ നമ്പർ അയച്ചു തരാൻ വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യുക. $465 US ഡോളറാണ് ഒരു ലോഡ് ഇറക്കിയതിന് നമ്മളവിടെ പേ ചെയ്യാൻ പോകുന്നത് കേട്ടോ. പൊരി വെയിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണ് തുറക്കാൻ പാടില്ലാത്ത രീതിയിൽ ബ്രൈറ്റ്നെസ് ആണ് സണ്ണിന് കേട്ടോ. കണ്ണ് വേദന എടുക്കും. പക്ഷേ എന്നാലും വേണ്ട നമ്മുടെ അർജുൻഭായ് അവിടെ ഇരിപ്പുണ്ട്. ഇതിൻ്റെ കൺഫർമേഷൻ നമ്പർ വരാൻ വേണ്ടിയിട്ടും പേയ്മെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും. കുറേ നേരത്തെ കാത്തിരിപ്പിന് ശേഷം നമ്മുടെ എക്സ്പ്രസ് കോഡ് വന്നിരിക്കുകയാണ്. നമുക്കകത്ത് പോയി അതിൻ്റെ പേയ്മെൻറ്റും ബാക്കി പരിപാടികളും നീക്കാം.
ഷൂട്ടിംഗ് എല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കും എന്തായാലും സമയം 3 മണിയാണ്. അപ്പോൾ ഞങ്ങൾ ഷിഫ്റ്റ് ചേഞ്ച് ചെയ്യുകയാണ്. അർജുൻ ഭായ് ഇതേണ്ട ഇലക്ട്രോണിക് ലോക്കിൻ്റെ അകത്ത് അർജുൻ ഭായിനെ മാറ്റി എന്നെ മാറ്റി അർജുൻ ഭായ് ഓൺ ഡ്യൂട്ടി ഒക്കെ ഇടുകയാണ്.